രാവിലെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് ഇനിയിപ്പം ഇവിടെ റിസപ്ഷനും പോകണ്ടേ, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം ഞാനിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. എൻ്റെ വീടിൻ്റെ കുറച്ച് ഇപ്പുറത്തുള്ളൊരു പറമ്പിലാട്ടോ. ഇവിടുന്ന് നേരെ മുന്നിൽ പുഴയാണ്, അതുകൊണ്ട് നല്ല കാറ്റുണ്ട്. അപ്പം ഞാൻ അകത്തിരിക്കാൻ പറ്റുന്നില്ല, ചൂടല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. പൊതുവേ ഞാൻ ഈ സമയത്തൊന്നും ഇവിടെ ഉണ്ടാവാറേ ഇല്ല. കുറേ കാലത്തിന് ശേഷമാണ് വീട്ടിൽ ഈ സമയത്തൊക്കെ നിൽക്കുന്നത്. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മുന്നേ തന്നെ പുഴയാണ്, അപ്പോൾ നല്ല സുഖമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ട്രൈപോഡ് എടുക്കാൻ വിട്ടുപോയി. എന്നാൽ പിന്നെ നമുക്ക് ഇത് എവിടെയെങ്കിലും ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വിചാരിച്ചേന്. പക്ഷേ ട്രൈപോഡ് എടുക്കാൻ വേണ്ടി ഇവിടെ എവിടെയും വെക്കാനുള്ള സ്ഥലമില്ല. ഫോണിനെ വെക്കാൻ പറ്റിയൊരു സ്ഥലമില്ല, എടുത്തരാനും അറിയില്ല. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ കൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കാറുണ്ട്. ഇപ്പോൾ ഇരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് വരാത്തത്. ഇങ്ങനെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. നമുക്കിന്ന് ആക്ച്വലി 71 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. ഞാൻ ഇതുവരെ എനിക്ക് അറിയുന്ന ആളോട് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലാതെ തന്നെ എന്നെ അറിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിൽ എനിക്ക് ഹാപ്പിയാണ് കേട്ടോ. ശരിക്കും ഞാൻ യൂട്യൂബ് തുടങ്ങാൻ തന്നെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആക്ച്വലി ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കുക അങ്ങനെയൊന്നും എനിക്ക് അത്ര അറിയില്ല എന്ന് മാത്രമല്ല, എനിക്കങ്ങനെ സംസാരിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആട്ടോ. അപ്പോൾ അതിൽ നിന്നൊന്ന് ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ ആക്ച്വലി ഇൻസ്റ്റയിൽ നമ്മളിങ്ങനെ വോയിസ് ഓവർ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇൻസ്റ്റയിൽ നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു കൊല്ലമായിട്ടാണ് നമ്മളിങ്ങനെ വോയിസ് ഓവർ ചെയ്തിട്ട് അങ്ങനെ എന്താക്കി. അല്ലാണ്ട് നമ്മൾ എന്താ പറയുക ക്യാമറ നോക്കി നേരിട്ട് സംസാരിച്ചിട്ട് ഞാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ അത്യാവശ്യം തന്നെ ക്യാമറയിൽ നോക്കി സംസാരിക്കാനുള്ള രീതിയിൽ ഞാൻ കുറച്ച് ബെറ്ററായി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് തുടങ്ങാനുള്ള റീസൺ. അതുകൊണ്ട് നമ്മൾ ഡെയിലി വീഡിയോ ഇടാനാണ് ശ്രമിക്കാറുള്ളത് കേട്ടോ. ഡെയിലി ഉള്ള വീഡിയോയിൽ അല്ല, നമ്മൾ ഒരു ദിവസത്തെ വീഡിയോ നമ്മുടെ അടുത്ത് മിസ്സായിപ്പോയി. ഇത് കംപ്ലീറ്റ് എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്ത സാധനമായിരുന്നു, പക്ഷേ അതെങ്ങനെയോ മിസ്സായിപ്പോയി. അതുകൊണ്ട് നമ്മൾ മാക്സിമം എല്ലാ ദിവസവും വീഡിയോ എടുക്കാനും ഇടാനും വേണ്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഈ ബിസിനസ്സിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഷെയറും കൂടെ ചെയ്തു തരാമല്ലോ എന്നുള്ളൊരു ഐഡിയ കൂടി ഉണ്ടായിട്ടാണ്. ഇവിടെ ഒരു മാവുണ്ട്, ഇതിൽ മാങ്ങ ഉണ്ട്. പക്ഷെ മാങ്ങ കുറച്ച് ഉള്ളോട്ടായതുകൊണ്ട് കാണാൻ പറ്റുമോ അറിയില്ല. ഇപ്പം നമ്മൾ നിന്ന് അവിടെ ഇവിടെ ഒരു മാവുണ്ട്, അതിലും മാങ്ങ ഉണ്ട്. പക്ഷെ അത് കുറച്ച് ഹൈറ്റിലാട്ടോ. പിന്നെ ഇവിടെ ഒരു മാവുണ്ട്, ഇതിലും ഉണ്ട് മാങ്ങ. ഈ മാങ്ങൊക്കെ ഹൈറ്റ് കുറവാണ്. ജസ്റ്റ് പിന്നെ എന്തെങ്കിലും വടി വെച്ച് തട്ടിയാൽ വീഴും. പക്ഷെ ഇതൊന്നും പഴുത്തിട്ടില്ല. കുറച്ചുകൂടെ മൂത്തിട്ട് പറിക്കാൻ വിചാരിച്ച് വെച്ചതായിരിക്കും. ഇവിടെയൊക്കെ നമുക്ക് വേനൽക്കാലത്ത് മാത്രമേ ഇങ്ങനെ നടക്കാൻ ഈസി ആയിട്ട് പോകാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. മഴയായാൽ ഇവിടെ കംപ്ലീറ്റ് വെള്ളമായിരിക്കും. ഫുള്ളിങ്ങനെ വെള്ളം നിറഞ്ഞ് ചളിയായി കിടക്കും. പക്ഷേ വേനൽക്കാലത്ത് നമുക്കിങ്ങനെ ഇവിടെ നടക്കാനും ഇരിക്കാനും ഒക്കെ സുഖമുള്ളൊരു സ്ഥലമാണ്. നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോവാം കേട്ടോ. കാരണം വെച്ചാൽ റിസപ്ഷന് പോകാൻ സമയമായിപ്പോയി. അതുകൊണ്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോവാം. ഇവിടെ കുറേ മാവൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുറേ കിളികളൊക്കെ വരുന്നുണ്ട്. കിളീൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. കുറേ മാവുണ്ട്, പക്ഷെ മാങ്ങയൊന്നും പഴുത്തില്ല. ഞാൻ നോക്കിയായിരുന്നു, ഒന്നും പഴുത്തിട്ടില്ല. എനിക്കറിയാം ഇന്നത്തെ വീഡിയോ കുറച്ച് ബോറിങ് ആയിരിക്കും എന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല. എനിക്ക് ആക്ച്വലി ഇന്ന് വേറെ ഒന്നും കാണിക്കാനില്ലായിരുന്നു. ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു. കാരണം രാവിലെ ഞാൻ കല്യാണത്തിന് പോയി, പിന്നെ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് കുറച്ച് നേരം ഞാൻ ഉറങ്ങി. പിന്നെ അത് എണീച്ച് ജസ്റ്റ് വീഡിയോ എടുത്ത് ഇനിയിപ്പം മാറ്റിയിട്ട് വീണ്ടും റിസപ്ഷന് പോവാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ഡേ കഴിഞ്ഞു. ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെയേ ഉള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് കാണിക്കാനില്ല. അപ്പം ഞാൻ ഇന്നത്തെ ഡേ റോ ആയിട്ട് തന്നെ കാണിച്ചതെന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓഫീസുള്ള ദിവസമാണ് ഞാൻ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതും കുറച്ച് നല്ല രീതിയിലുള്ളൊരു ഡേ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. വീട്ടിലിരിക്കുന്ന ദിവസം അധികം തന്നെ ലേസി ആയിട്ടും പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. പിന്നെ ഞാൻ വീട്ടിലിങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കാത്തത് കൊണ്ടും നമ്മൾ വീട്ടിലിരിക്കുന്ന ദിവസമാണെങ്കിൽ അധികം ഉറങ്ങാന്നില്ല. മറ്റേ നമ്മൾ രാത്രി രാവിലെ തിരിച്ച് വീണ്ടും പോകും, അങ്ങനെയാണല്ലോ ഉണ്ടാവുക. അപ്പം ഇങ്ങനത്തെ ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ വെറുതെ റെസ്റ്റ് എടുക്കും, വേറെ ഒന്നും ചെയ്യൂല, വേറെ വർക്കൊന്നും ചെയ്യാനില്ലല്ലോ. അതുകൊണ്ടൊക്കെ കൂടിയാണ് കേട്ടോ അങ്ങനെ. ഇനിയിപ്പം നമുക്ക് റിസപ്ഷന് പോകാൻ വേണ്ടി റെഡി ആവാം കേട്ടോ.